എന്നാ ഭായി? അവിടെ 7 മണിക്കുള്ളൂ. 7 മണിക്ക് ഇറങ്ങുള്ളൂ. എഴുതി വെച്ചിട്ടുണ്ടോ? അത് ആരെങ്കിലും കണ്ടോ? അവിടെ ഡോർ ഓപ്പൺ അല്ല. ഓക്കെ, എഴുതി വെച്ചിട്ടുണ്ട് 7 മണി 7 മണി മുതൽ 3 വരെ. അതല്ലേ. ഹായ് വെലോഗ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വാഷിങ്ടൺ സ്റ്റേറ്റിലെ പോർട്ട്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ്. ഇന്നലെ ഒറിഗണിലായിരുന്നു നമുക്ക് ഡെലിവറി എല്ലാം. നൈറ്റ് ലേ ഓവർ ആയിരുന്നു, നല്ല മഴ അടിപൊളിയൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് വെളുപ്പിനായി. ഇവിടെ 6 മണി ആവുന്നതേ ഉള്ളൂ. അന്നേരത്തേക്ക് നമ്മളിവിടെ ഒരു വെയർ ഹൗസിൽ വന്നതാണ്. 7 മണിക്ക് അവർ തുറക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലോഡ് എടുത്തിട്ട് വേണം നമുക്ക് ടൊറൻറ്റോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് വ്ളോഗ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിരുന്നതല്ല കേട്ടോ. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ബ്യൂട്ടി എല്ലാം കണ്ടിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ബ്ലോയിങ് എന്ന് പറയൂലേ. ശരിക്കും ഇതിനു മുമ്പ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടിട്ടില്ല. കാരണം ഇപ്പോൾ ചെറിയൊരു മഴയൊക്കെ പെയ്യുന്ന ഒരു സീസൺ ആയതുകൊണ്ട് ഇവിടെ നിറയെ പൈൻമര കാടുകളും എന്ന് പറഞ്ഞാൽ ചുമ്മാ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലം അല്ലാതെ നല്ല മൗണ്ടൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കോടമഞ്ഞൊക്കെ പറക്കുന്ന സീനുകളെല്ലാം നല്ല കിഡിലുള്ള സീനുകളാണ്. അപ്പോൾ എന്തായാലും ഇനി എപ്പോഴാണ് ഇങ്ങോട്ട് ഇതുപോലെ ഒരു സീസണിൽ വരുന്നത്? ഇപ്പോൾ റൈറ്റ് ടൈമാണ്. അപ്പോൾ ഇത് ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് ഓർത്തിട്ട് വാഷിങ്ടണിൽ നിന്ന് തന്നെ എന്നാൽ നമുക്ക് വ്ളോഗ് തുടങ്ങി വാഷിങ്ടണും ഒറിഗണും ഒക്കെ ഒന്ന് കാണിച്ച് നമുക്ക് ഈ വ്ളോഗ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത്രയും മനോഹരമായ പ്രകൃതി ദൃശ്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തന്നെ. അപ്പോൾ എന്തായാലും കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വണ്ടിയുടെ അപ്പുറം കാണുന്ന ആ ഒരു വെയർ ഹൗസ് ഉണ്ട്. ഇതൊരു വലിയ വെയർ ഹൗസാണ് കേട്ടോ. അവിടെ നിന്നാണ് നമുക്ക് പിക്കപ്പ് എടുക്കേണ്ടത്. നമ്മൾ ഇച്ചിരി നേരത്തെ വന്നതുകൊണ്ടേ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. ചെക്ക് ഇൻ ചെയ്യാൻ പോയിട്ട് നമ്മുടെ ജോമറ്റ് ബോയ് വരുന്നുണ്ട്. എന്നാ പറഞ്ഞെന്ന് നോക്കാം. ലോക്ക് 7. ഓക്കെ. അപ്പോൾ നേരത്തെ പറയാം, നമുക്ക് ട്രെയിലറിലെ പേപ്പറൊന്നും ഉണ്ടായിരുന്നു. പേപ്പറോ വേറെ വേസ്റ്റ് ഒന്നും ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് മറ്റേ ബ്ലോ ചെയ്തേക്കാം. അത് ബ്ലോ ചെയ്തേക്കാം. അപ്പം ട്രെയിലറെല്ലാം ക്ലീൻ ആയിരിക്കണം എന്ന് അവർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ബ്ലോവർ ഉണ്ട്. നമ്മൾ നേരത്തെ ഇത് കാണിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഫുള്ള് ട്രെയിലർ ക്ലീൻ ആക്കണ്ടേ. സാധാരണ ഇതിൽ ആൾക്കാർ ചൂലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഈ കാറ്റടിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഈ സാധനം മേടിച്ച് വെച്ചേക്കണമുണ്ട്. നല്ല പവറിൽ ബ്ലോ ചെയ്തിട്ടുണ്ടല്ലോ, ട്രെയിലർ പെട്ടെന്ന് ക്ലീൻ ആവും. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്വിപ്മെൻറ്റ്. നമ്മൾ ഉപയോഗിക്കുന്നത് വേണ്ട ബ്ലാക്ക് ആൻഡ് ഡെക്കർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. നോക്കിക്കോ, ബ്ലാക്ക് ആൻഡ് ഡെക്കർ. എൻ്റെ എത്ര രൂപയാണെന്നുള്ളത് ഞാൻ മറന്നുപോയി. ആമസോണിൽ നിന്ന് മേടിച്ചതാ. അപ്പോൾ ഭയങ്കര ഗുണം, കാണിച്ചു തരാം. അതിൻ്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂല ഒന്നും എടുക്കാതെ വേണ്ടോ കാട്ടിക്കളയാം. അവിടെ എന്നാ കിടിലനായിട്ട് സ്പീഡിലാണ് ക്ലീൻ ആവണേ. നോക്കിക്കോണേ. കണ്ടില്ലേ, 1 മിനിറ്റ് പോലും എടുത്തില്ല ഈ ഒരു 53 ഫീറ്റിന്റെ ട്രെയിലർ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സാധനം ഉണ്ടാകുന്നത് ഭയങ്കര ഗുണം കേട്ടോ. അപ്പം ഇപ്പോഴും ഇത് മേടിക്കാത്ത നമ്മുടെ ട്രക്കേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതോരണം മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഈസിയാണ്. പ്രത്യേകിച്ചുണ്ടല്ലോ, ചില സമയത്ത് നമ്മൾ ടെക്സാസിലൊക്കെ പോയിട്ട് ഇത് വരുമ്പോഴത്തേക്ക് അവിടെ ഒടുക്കത്തെ ചൂടായിരിക്കും. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ അകത്ത് ചൂട് നിന്നിട്ട് ഭയങ്കര ഓവൻ പോലത്തെ സെറ്റപ്പ് ആയിരിക്കും. അത് നമുക്ക് ഒത്തിരി ഗുണമാണ് ഈ ഒരു സാധനം. നമ്മൾ ചൂലൊക്കെ വെച്ച് ക്ലീൻ ചെയ്യാനാണെങ്കിൽ ഉണ്ടല്ലോ ഒരു 10-15 മിനിറ്റ് എടുക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ സാധനം മേടിച്ചത്. എന്തായാലും കൊള്ളാം. അപ്പം നമുക്ക് ഡോക്ക് 7 കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ പോയി ബാക്കപ്പ് ഇട്ട് ബാക്കി പരിപാടികൾ നോക്കാം. അപ്പം ഡോക്കിൽ ഇടുന്നോളം വരെ നമ്മുടെ ഇന്നത്തെ ക്യാമറാമാൻ നമ്മുടെ ജോമറ്റുവായാണ്. നമ്മുടെ ജോമറ്റുവയുടെ ക്യാമറ സ്കിൽസൊക്കെ ഫുള്ള് പുറത്തിറക്കുമെന്ന് പറഞ്ഞ്. ഏതായിരുന്നു മറ്റേ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമാറ്റോഗ്രാഫർ? ഷാജി കുമാർ. പറയാതിൻ്റെതാണോ പുള്ളി? ഏതൊക്കെ സിനിമ എനിക്ക് അറിയത്തില്ല. പുലിമുരുകൻ. തുടരും. ഓക്കെ. അപ്പൊ ആ ഫ്രെയിംസ് ഒക്കെ ആയിരിക്കും പുള്ളി ട്രൈ ചെയ്യുന്നത്. എന്തായാലും ക്യാമറ പിടിച്ചോ ഒന്ന് സെറ്റ് ആക്കിക്കോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും നമ്മുടെ ജോമറ്റ് ബായി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പുതിയൊരു നല്ല സ്വഭാവം തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ചെറിയ രീതിയിൽ വർക്കൗട്ട്. അപ്പം സമയം കിട്ടുന്നിടത്തെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, കാരണം ആരോഗ്യം മുഖ്യമല്ലേ ആ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. കാരണം നമ്മൾ ട്രക്കേഴ്സ് എപ്പോഴും എക്സ്ക്യൂസ് പറയുന്നതല്ലേ, നമുക്ക് സ്ഥലമില്ല, സൗകര്യമില്ല, ആ ഒരു സെറ്റപ്പ്. അപ്പം മാക്സിമം ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രൈ വേണം. നമ്മുടെ ജോമറ്റ് ബായി ഡമ്പലൊക്കെ എടുത്ത് ഓൾറെഡി പണി തുടങ്ങി. അത് നമുക്കേ നേരെ ഡമ്പലിനെ പിടിക്കേണ്ട. ഫസ്റ്റ് വാമപ്പ് ചെയ്യാം. അവിടെ നോക്ക്, ഇവിടെ വേണോ? ആ എവിടെ നമുക്ക് ഇവിടെ ചെയ്യാന്നേ. നമ്മളാരെ നോക്കാനാ? ഒരു വൃത്തിയുടെ സ്ഥലമല്ലേ. നമ്മൾ കുഴപ്പമില്ലേ. നമുക്ക് വാമപ്പ്. വാമപ്പിനെന്ന് പറഞ്ഞാൽ എല്ലാ ജോയിൻസും ഒന്ന് ജിമ്മ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നെക്ക് റൊട്ടേഷൻ, കൊള്ളാം കേട്ടോ, പിടുത്തമുണ്ട്. പിന്നെ 10 വൺ സൈഡ്, 10 ഓപ്പോസിറ്റ് സൈഡ്. മൊത്തത്തിൽ കറക്കിയോ ഒന്ന്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ പെടലിയൊക്കെ വെട്ടാതെ അല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ റിസ്റ്റ്, നീസ്, പിന്നെ ഈ ഒരു സൈഡിൽ വേണം പിടിച്ചു ഒരു ഇതിന്. ഇനി നമ്മളെ ലാസ്റ്റ് ആങ്കിൾസ്. ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ ബോഡി ഒന്ന് വാമായി. ഇനിയാണ് നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇതിൽ ഞാൻ പുഷപ്പ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പറ്റണ പോലെ എടുത്തേച്ചാൽ മതി പുഷപ്പ്. ഞാൻ സാധാരണ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ വേണ്ട നമുക്ക് ചെറിയൊരു റേസ്ഡ് സ്ഥലം ഉണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും ഒന്ന് കാല് വെച്ചിട്ട് ഉടുപ്പൊന്നും ചീത്തയാവില്ല. ആ ഉടുപ്പ് ചീത്തയാവാത്ത രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഗ്ലൗസ് എടുത്തുകൊണ്ട് വരുന്നോ. ഞാൻ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ എനിക്ക് എൻ്റെ ഗ്ലാസ് കൊടുക്കാം. 6, 7, 9, 10. ആ പോയി. അടുത്ത നിങ്ങളിത് കഴിഞ്ഞില്ല. നിങ്ങൾ ഇത് രണ്ടും കഴിഞ്ഞു. അടുത്ത പിന്നെ ഹാമർ കേൾസ് എന്ന് പറയും. 10 പെട്ടെന്ന് അടിച്ചിട്ടാ. 3 പറ്റണ 3, 4, 1, 2. നമുക്ക് വേണ്ടിയിട്ടല്ലേ പോയി. പണ്ട് ജിമ്മി പോകുമ്പോൾ പറയായിരുന്നേ, മുകളിലേക്ക് ഫാസ്റ്റായിട്ട് കൊണ്ടുവന്നോ, താഴേക്ക് പതുക്കെ കൊണ്ടുവരണം. മാക്സിമം പിടുത്തം വരണം. കലനം, സങ്കലനം, വ്യവകലനം എല്ലാം തെറ്റി. 7, 8, 4, 5, 6. കാല് കത്തിപ്പോകാൻ പോണല്ലോ തോന്നില്ലേ? തോന്നിയോ? എന്നെ തോന്നണം. തോന്നിയില്ലേ? മിണ്ടാൻ പറ്റണേ. കർത്താവേ, മത്തായി ഇതാ വരുന്നേ. ഇന്നത്തെ നമ്മുടെ വർക്കൗട്ടും കസർത്തും എല്ലാം നമ്മൾ ഇന്നത്തോടു കൂടി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അയ്യോ, അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ വാമപ്പും വർക്കൗട്ടും ഒക്കെ ചെയ്തു കേട്ടോ. ഈ വണ്ടി പരിപാടിയുടെ ഇടയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇത് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ ആരോഗ്യ പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ വരും. നമുക്ക് തന്നെ ചെയ്തു തുടങ്ങി കഴിയുമ്പോൾ ബോഡിയിൽ അറിയാൻ പറ്റും. വണ്ടിയെ കൊണ്ട് കിടത്തിയാൽ മതി കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു തുടക്കമായില്ലേ? സെറ്റായിരുന്നു. നിങ്ങൾ തന്നെ നോക്കിക്കോ, ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ ഒരു ചേഞ്ച് മാനായിരിക്കും. അല്ല, എനിക്ക് തന്നെ തോന്നിയായിരുന്നേ ഈ അടുത്തായിട്ട് ഭയങ്കരമായിട്ടങ്ങ് തോന്നുന്നു. നമ്മൾ വർക്കൗട്ട് ചെയ്യാണ്ടിരിക്കുമ്പോഴേ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ജിമ്മി പോണ്ടായിരുന്നു, ഒന്നും ഇല്ലാണ്ടായിപ്പോയി. ഈ ഇടയ്ക്ക് ഒരു വലിയ വൈറൽ ഫീവർ വന്നായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. ആദ്യം എനിക്കാ വന്നേ, കഴിഞ്ഞൊരു പിന്നെ പുള്ളിക്കും കിട്ടി. ആ സ്നേഹബന്ധം തുടർന്നു എനിക്ക്. കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും 2 പേർക്ക് എന്താ അസുഖം വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും വരും. കാരണം ഈ ഒരൊറ്റ ക്യാബിന് 5 ദിവസം താമസിക്കുന്നവരല്ലേ. അപ്പോൾ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞപ്പോൾ നിങ്ങളും അറിയാമായിരുന്നല്ലോ, ഏകദേശം 2 ആഴ്ചയോളം നമ്മളെ വീഡിയോസൊന്നും വരാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതുപോലെ ഒത്തിരി പേര് ഇതെന്നാ പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസും അല്ല, ഈവൻ കമൻസിന് പോലും നമ്മളെല്ലാം റിപ്ലൈ തരുന്നതല്ലേ, അങ്ങനെ കമൻസിന് പോലും റിപ്ലൈ ഇല്ലല്ലോ എന്നായിരുന്നു പറ്റിയെന്ന്. അപ്പോൾ അത്രയ്ക്ക് അടിഞ്ഞു പോയ ഒരു പനിയായിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട്
ഇപ്പോൾ ഈയിടെ ഒന്ന് പയ്യെ സെറ്റായി വരുന്നേ ഉള്ളൂ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റേതായ ക്ഷീണം ബോഡിക്ക് ഓൾറെഡി വരും. വർക്കൗട്ട് ചെയ്യോ നമ്മൾ തകർന്നുകൊണ്ടിരിക്കുകയെന്ന് നമ്മുടെ ബോഡി നമ്മളോട് പറയുന്ന പോലെ. അപ്പോൾ അതാണ്ട് നമ്മുടെ വണ്ടി ഇപ്പോഴും ബാക്കപ്പിന് അല്ല ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡോക്കിൽ ബാക്കപ്പ് ചെയ്തിട്ടേക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോകാം. അല്ല വണ്ടിക്കകത്ത് നല്ല ചൂടായിരിക്കും. സൂര്യൻ അങ്ങോട്ടല്ലേ. ഇവിടുത്തെ ആ ഒരു മൊത്തം സെറ്റപ്പ് പറയുമ്പോൾ ഉണ്ടല്ലോ കറക്റ്റ് നമ്മുടെ കാനഡയുടെ ബ്രിട്ടീഷ് കൊളംബിയ റീജിയൻ്റെയും ആൽബർട്ടയുടെ ആ മൗണ്ടൻ റീജിയൻ്റെ ഒക്കെ ആ ഒരു അതേ സെറ്റപ്പ്. ഭയങ്കര പ്രകൃതി ഭംഗിയാണ്. നല്ല കിടിലം വെറൈറ്റി ആയിട്ടുള്ള മരങ്ങളും ഈ എവർഗ്രീൻ്റെ ടൈപ്പിൽ പെട്ട മരങ്ങളാണ്. അപ്പം അങ്ങനത്തെ മരങ്ങളും ഇത് എപ്പോഴും ചെറിയൊരു നനവും മഴയൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ. അതിൻ്റെ ഇടയിൽ സണ്ണും കൂടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എല്ലാ കളറിനും ഒരു വൈബ്രൻസ് ആയിരിക്കും. അമ്മാതിരി സെറ്റപ്പ്. വർക്കൗട്ടെല്ലാം കഴിഞ്ഞിട്ട് വിശന്ന് പരവേശം എടുത്തിട്ടാട്ടോ വന്നേ. കുറേ നാളായി ഒന്ന് സീരിയസ് ആയിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട്, പ്രത്യേകിച്ച് യാത്രക്കിടയില്ലേ. ഇതിൻ്റെ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൽ ലിമിറ്റഡ് ഫുഡേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ക്രേവിങ് ഉണ്ടല്ലോ, ആ സമയത്ത് മര്യാദയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഫുഡ് ഉണ്ടാവില്ല. കാരണം ഫുഡെല്ലാം തീരുന്ന ഒരു സാഹചര്യം ആയിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ വേറെ വീട്ടിലോ പുറത്തോ ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ച് തിന്നുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലുള്ള ഫുഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ലിൻഡാമ്മ ജോമറ്റോയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത നല്ല കിടിലം കോട്ടയം മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കില്ല, വേണ്ട റാഗിയുടെ ഇതും കൊണ്ടുണ്ടാക്കിയ ഇഡ്ഡലിയും. നമ്മൾ ഇച്ചിരി ഹൈ പ്രോട്ടീൻ ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ആ കിനുവ ഒന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ റാഗി കൊണ്ടുണ്ടാക്കുന്ന ഇഡ്ഡലിയും വേണ്ട നല്ല കിടിലൻ കോട്ടയം മീൻകറി ഒരു 5-6 പീസ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. ലിൻഡാമ്മ ഒരു അടിപൊളി കുക്കാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇവർ നേരത്തെ ലിൻഡാമ്മയുടെ പോർക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പോർക്ക് അടിപൊളിയായിരുന്നു. ഈ മീൻകറിയും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ലിൻഡാമ്മ താങ്ക് യു. അങ്ങനെ പേപ്പർ വർക്കെല്ലാം കൊണ്ട് തന്ന് നമ്മുടെ ലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതാണ്ട് ഇപ്രാവശ്യം നമ്മൾ ബോൾട്ട് സീലാണ് ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ പറയാം അല്ലേ. ഹൈ സെക്യൂരിറ്റി. വേണ്ടി വരുമോ നോക്കാം. എൻ്റെ ഭയം കേട്ടില്ല. ഇതുവരെ ഇല്ലാത്ത സെറ്റപ്പ്. എടാ ഇതെന്നാ സാധനം ഇത് ഉരുണ്ടു പോയി. നമുക്ക് 2 സ്റ്റാപ്പ് ഇടാം. അല്ല പുറകിലേക്ക് വരികയല്ലേ തന്നെ ആയാലും. ചുമറ്റുമായ ഒരു കാര്യം പറഞ്ഞിട്ട് സ്ട്രാപ്പിന്റെ കാര്യത്തിൽ പിന്നെ നമ്മൾ എന്തിനാ ലാഭിക്കണേ. കണ്ടട്ടെ നല്ല ബോഡി റോൾ ഉണ്ടാവും അല്ലേ. വളമൊക്കെ സൂക്ഷിച്ചു വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ സെറ്റാണോന്നോ കിടിലൻ പൊളിച്ച്. അപ്പോൾ സംഭവം വേറൊന്നുമില്ല, ഒരു ട്രെയിലർ നിറയെ ഫാബ്രിക്കിൻ്റെ റോൾസ്. ഇത് ചിലപ്പോൾ ഇൻഡസ്ട്രിയൽ പർപ്പസിനായിരിക്കും, കടയിലേക്കൊന്നുള്ളതായിരിക്കില്ല. ഫാബ്രിക്കാണ് സാധനം. അപ്പോൾ നമ്മുടെ ലോഡും സെക്യൂർ ചെയ്തു, ഡോറിൻ്റെ സീലും ഇട്ടു, എല്ലാം സെറ്റായി. പേപ്പർ വർക്കും അയച്ചു കൊടുത്തിട്ട് നമുക്ക് നേരെ ടൊറൻറ്റോ. തിരിച്ചു പോകുന്നതും വാഷിങ്ടൺ, ഒറിഗൺ, ബാക്കിയുള്ള റൂട്ട്. എന്നാ ഭായ് നമ്മൾ 84 തന്നെ ആയിരിക്കില്ലേ? 84 തന്നെ ആയിരിക്കും. നേരെ നോർത്ത് ഫ്ലാറ്റ് തന്നെ ആയിരിക്കും. പക്ഷെ അടുത്ത ഫ്യൂലിംഗ് മിക്കവാറും നോർത്ത് ഫ്ലാറ്റിൽ നിന്നായിരിക്കും. അവിടെ വരെ എത്തും. നോർത്ത് ഫ്ലാറ്റ് അങ്ങനെയല്ലോ. ഒരു ഫാബ്രിക് ഇട്ടിരുന്നുണ്ട്, ഒരു ബ്ലാക്ക് ആട് കയറാതിരിക്കാൻ വേണ്ടി. ആ ഒരു ടൈപ്പ് പോലെ ലോണിലൊക്കെ എനിക്ക് ആ ഒരു ടൈപ്പ് പോലെ തോന്നുന്നു. അതെ അല്ലേ. പക്ഷെ വെള്ള കളർ, വെള്ള കളർ. മെയിൻലി ഫാമിലേക്കൊക്കെ ആയിരിക്കും. ഫാമിലേക്കോ മനസ്സിലായി. കൃഷിക്ക് സ്ട്രോബെറി ഞാൻ ഈ വെള്ള കളർ കണ്ടിട്ടുണ്ട്, സ്ട്രോബെറിക്കൊക്കെ. സെറ്റ്. അത് നമ്മുടെ പേപ്പർ വർക്ക് സ്കാൻ ചെയ്ത് അയച്ചുകൊണ്ടിരിക്കുന്ന ജോമറ്റോ വായനയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
വളരെ സീരിയസ് ആയിട്ട്. ഇൻവോയ്സിന്റെ കോപ്പി എടുത്തിട്ടില്ലേ? അപ്പം വാഷിങ്ടണിന്റെയും ഒറിഗണിന്റെയും കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മുടെ മടക്കയാത്ര നമ്മൾ തുടങ്ങുകയാണ്. കിട്ടില്ല വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതെ അതെ, ഇവരുടെ ഒരു ഗോഡൌൺ ആണെന്ന് അത്ര കേട്ടോ ഈ കാണുന്നേ.